Hello all, welcome once again to MJ and PJ Commerce classes. Today we will discuss non-profit organization part 4. In the last class we discussed about capital fund, entrance fees, government grants, all these items, 5 important items of non-profit organization which are very special. Today we will discuss another 5 important topics or important uh, treatment of certain items like subscription, life membership fees, endowment funds, sale of fixed assets and sale of scraps. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് അതേപോലെ എൻട്രൻസ് ഫീസ്, ഗവൺമെൻറ് ഗ്രാൻറ്റ്സ്, ലീഗസി അങ്ങനത്തെ ചില പ്രത്യേകതയുള്ള ഐറ്റംസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കണ്ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അനദർ ഇമ്പോർട്ടൻറ്റ് 5 ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ലൈക്ക് സബ്സ്ക്രിപ്ഷൻ, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, എൻഡോമെൻറ്റ് ഫണ്ട്, സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, സെയിൽ ഓഫ് സ്ക്രാപ്സ്. Okay, now let us start with the topic. First one, subscription. ഈ ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. സബ്സ്ക്രിപ്ഷൻ എന്ന ഐറ്റം അതിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും എല്ലാം നന്നായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ടോപ്പിക്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ആൻഡ് ക്വസ്റ്റ്യൻസ് ആർ ഓൾവേസ് ആസ്ക്ഡ് ഫ്രം ദിസ് പാർട്ട്. സോ ലെറ്റ് us see what is subscription. Subscription in non-profit organization, that is NPO, means payment of some amount to an organization by its member on a regular basis. It can be collected by the organization on a monthly, quarterly or yearly basis. So subscription normally ഒരു ക്ലബോ ചാരിറ്റബിളോ ആയിട്ടുള്ള ഓർഗനൈസേഷൻ, നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഒരു ഡൊണേഷൻ പോലെ തന്നെ ഒരു പ്രത്യേകതയുള്ള എമൗണ്ട്, ഒരു പ്രത്യേകതയുള്ള ഐറ്റമാണ്. ഈ എമൗണ്ട് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഓർഗനൈസേഷൻ റെഗുലറായിട്ട് മേടിക്കാം, മന്ത്ലി, ക്വാർട്ടർലി ഓർ ഇയർലി ബേസിസിൽ. ഇതൊരു മേജർ സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ്. ഈ നേച്ചർ ഓഫ് ദിസ് അക്കൗണ്ട് ഇസ് റവന്യൂ. ഇറ്റ്സ് ഷോൺ ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സബ്സ്ക്രിപ്ഷൻ റെഗുലർ ബേസിസിലാണ് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും റവന്യൂ നേച്ചറാണ്. നോർമലി സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കും ഓർഗനൈസേഷൻ. അതിൻ്റെ റണ്ണിങ് ഓർ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഈ എമൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുക. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കൂടുതലായിട്ട് നമുക്ക് പോവാം. സോ സബ്സ്ക്രിപ്ഷനിൽ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ആദ്യം തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് പഠിക്കണം. ആദ്യം തന്നെ അറിയേണ്ടത് സബ്സ്ക്രിപ്ഷൻ നമുക്കറിയാം, ഞാൻ പറഞ്ഞു റെഗുലറായിട്ട് റവന്യൂ ബേസിസിൽ നമുക്ക് ഇൻകം ആയിട്ട് ഓർഗനൈസേഷന് കിട്ടുന്നതാണ്. ഇനി ഇത് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനും അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ പറഞ്ഞ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് അറിയണം. ഈ എമൗണ്ട് ഇങ്ങനെ റെഗുലറായിട്ട് കിട്ടും ഓർഗനൈസേഷന്. അതുകൊണ്ട് തന്നെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡും ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി ബിഗിനിങ്ങും ഉണ്ടാവും. അപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ 2021-22 എന്ന ഇയർ എടുക്കുകയാണ് വിചാരിക്കുക. സപ്പോസ് കറണ്ട് ഇയർ 21-22 ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ ആഡ് ചെയ്യണം. ഒരു പ്ലസ് സൈൻ നമുക്ക് കാണാം, ഞാൻ ആഡ് ചെയ്യണം എന്നുള്ളത് ഉദ്ദേശിച്ചത്. ബിക്കോസ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് 31/3/2022 ആണ് എൻഡ് ഓഫ് ദി ഇയർ. ആ ഇയർ മീൻസ് 21-22 ആണ് നമ്മൾ നോക്കണ വെച്ചാൽ അതിൽ 31 March 2022 നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ ആക്ച്വലി ആ എമൗണ്ട് ഏത് കൊല്ലത്തെയാണ് ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, the amount which is due but not, which is pending, okay, outstanding, which we have not received. അപ്പോൾ അത് ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട് തന്നെ ആ എമൗണ്ട് 21-22 എന്ന ഇയറിൻ്റെയാണ്, ദാറ്റ് ഈസ് കറണ്ട് ഇയറിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമുക്ക് ഈ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ആഡ് ചെയ്യണം.
ഓക്കെ, ബിക്കോസ് അത് കറണ്ട് ഇയറിൻ്റെ ആണ്. നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എപ്പോഴും കറണ്ട് ഇയർ ഐറ്റംസ് ആണ് റെക്കോർഡ് ചെയ്യുക. അതുകൊണ്ട് കറണ്ട് ആയിട്ടുള്ള ഈ കൊല്ലത്തെ മാത്രം 21-22 ആണെങ്കിൽ ആ ഇയറിൻ്റെ മാത്രമാണ് നമ്മളവിടെ എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഐറ്റമിനെ നമ്മൾ ആഡ് ചെയ്യും. ഇനി ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി ബിഗിനിങ്, അതെന്താണ്? 1/4/2021 ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി ബിഗിനിങ് മീൻസ് 21 ഫസ്റ്റ് മാർച്ച് ഏപ്രിൽ 21 നമുക്ക് ഇത്രയും ഔട്ട്സ്റ്റാൻഡിങ്. അത് ഏത് ഇയറിൻ്റെ ബിലോങ് ചെയ്യണേ? ശരിക്കും അത് 2020-21 ആണ്. ദാറ്റ് മീൻസ് ഈ 21-22 എന്ന കറണ്ട് ഇയറിൻ്റെ അല്ല ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അന്ന് എടുത്ത് കളയാം. മൈനസ് ചെയ്യുക, because we does not need that amount which does not belong to the current year. So current yearന്റെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. പ്രീവിയസ് ഇയറിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് 2021 ആണ് ഇയർ. അപ്പോഴത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് കളയാം. ഇതാണ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനും ഉണ്ട്, അഡ്വാൻസ് സബ്സ്ക്രിപ്ഷനും ഉണ്ട്. അതും രണ്ട് രീതിയിലുണ്ട്. അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി ബിഗിനിങ്ങിന് കാണാം. 1/4/2021. ഇപ്പോൾ നമ്മൾ ഇയർ എടുക്കുന്നത് 2021 ആണ്, 21-22 ആണ് കറണ്ട് ഇയർ. അപ്പോൾ 1 ഏപ്രിൽ 2021 അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഏത് ഇയറിൻ്റെ ആണ്? അത് 21-22 ആണ്, കറണ്ട് ഇയറിൻ്റെ ആണ്. ഓക്കെ, ബിഗിനിങ്ങിൽ കാണാം. ബിക്കോസ് ഈ ഇയറിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടി. അഡ്വാൻസ് ആയി കിട്ടുക പറഞ്ഞാൽ മുൻകൂട്ടി പ്രീപെയ്ഡ് ആയിട്ട് കിട്ടുക. അപ്പോൾ അത് 21-22 ആണ്. ബിഗിനിങ് എന്ന് പറയുകയാണെങ്കിൽ അത് 21-22 കറണ്ട് ഇയറിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ആഡ് ചെയ്യണം. എന്നാൽ നെക്സ്റ്റ് വൺ ഇസ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡ്. 2022 31 മാർച്ചിന് എൻഡിൽ നമുക്ക് കിട്ടിയ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ അത് ഏത് ഇയറിൻ്റെ ആവും? 22-23 നെക്സ്റ്റ് ഇയറിൻ്റെ ആണ്. സോ നമുക്കത് എടുക്കണോ? വേണ്ട. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഒരിക്കലും നമ്മൾ ഈ എമൗണ്ട് ദാറ്റ് ഈസ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ദി എൻഡ് എടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു നെക്സ്റ്റ് ഇയർ. അപ്പോൾ കറണ്ട് ഇയർ മാത്രമേ നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി ബിഗിനിങ് നമ്മൾ ആഡ് ചെയ്യും. അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡ് നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് കളയണം. എടുത്ത് കളയണം മീൻസ് മൈനസ് ചെയ്യുക. നമുക്കതങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കത് എടുക്കാതിരിക്കാൻ പറ്റില്ല. ആ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ട് കാണിച്ചാലേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു എമൗണ്ട് സബ്സ്ക്രിപ്ഷനിൽ കാണാൻ പറ്റുള്ളൂ. മീൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ ഇൻകം സൈഡിൽ ബൈ സബ്സ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഈ എമൗണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഔട്ട്സ്റ്റാൻഡിങ്ങും അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ്റെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. സോ ഇതൊരു ചെറിയ ഫോർമാറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ഒരു ഈസി വേ ടു റിമെമ്പർ ഹൗ വി കാൽക്കുലേറ്റ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് വേണ്ടത് എന്താണ്? കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷൻ. സോ സപ്പോസ് ഇപ്പോൾ 2019-20 ആണ് നമ്മുടെ കറണ്ട് ഇയർ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡും അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി ബിഗിനിങ്ങും നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ബിക്കോസ് അത് നമ്മളുടെ കറണ്ട് ഇയറിനെ ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി ബിഗിനിങ്ങും അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡ്, ബിക്കോസ് അത് അടുത്ത കൊല്ലം 2021 അപ്പോൾ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. അതിനെ നമ്മൾ മൈനസ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷൻ കിട്ടുള്ളൂ. ആ എമൗണ്ട് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യണേ? ഈ അഡീഷനും സബ്ട്രാക്ഷനും കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണേ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ബൈ സബ്സ്ക്രിപ്ഷൻ പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഇനി ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ സബ്സ്ക്രിപ്ഷൻസ് എങ്ങനെ കാണാൻ നോക്കാം. നോർമലി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്കറിയാം എല്ലാ ഇയറിൻ്റെയും നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഇവിടെ കാണിക്കും. ബിക്കോസ് ഇവിടെ ഇയറിനോ അതേമാതിരി ക്യാപിറ്റൽ റവന്യൂ എന്നുള്ളൊരു വ്യത്യാസമില്ല. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ വിൽ ഷോ വാട്ട് എവർ വി ഹാവ് റിസീവ്ഡ്. അപ്പോൾ ആ എമൗണ്ടുകൾ ഉണ്ടാവും. പക്ഷേ
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഇൻകം എടുക്കുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിങ്ങും അഡ്വാൻസിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് ബൈ സബ്സ്ക്രിപ്ഷൻ പറഞ്ഞിട്ട് നമ്മളിവിടെ കാണിക്കുക. ഇനി ബാലൻസ് ഷീറ്റ് ആണെങ്കിലോ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ വിൽ കം അണ്ടർ ലയബിലിറ്റി സൈഡ്, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ വിൽ കം അണ്ടർ അസറ്റ് സൈഡ്. അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ എന്തുകൊണ്ടാണ് ലയബിലിറ്റി? ബിക്കോസ് നമുക്കറിയാം അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്തു എമൗണ്ട്, പക്ഷെ നമ്മൾ ആ സർവീസ് ആ മെമ്പറിന് അവെയിൽ ചെയ്തിട്ടില്ല. അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് മുൻകൂട്ടി, ആ മെമ്പറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് മുൻകൂട്ടി എന്ത് കിട്ടി? എമൗണ്ട് കിട്ടി. ബട്ട് വി ഹാവ് നോട്ട് അവെയിൽഡ് ഹിം ദ സർവീസ്. അപ്പം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇങ്ങനെ പല രീതിയിൽ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ്ങും അഡ്വാൻസ് ആയിട്ട് കിട്ടും. അപ്പം അഡ്വാൻസ് ഇസ് ആക്ച്വലി എ ബർഡൻ ഫോർ ദി ഓർഗനൈസേഷൻ ബിക്കോസ് ദാറ്റ് എമൗണ്ട് ഹാസ് ബീൻ റിസീവ്, സോ ഇറ്റ് ഇസ് എ ലയബിലിറ്റി. റിസീവ് ചെയ്ത എമൗണ്ട് പക്ഷെ അത് ഒരിക്കലും എന്തായിട്ടില്ല, സർവീസ് ഇതുവരെ അവെയിൽ ചെയ്തിട്ടില്ല. ഔട്ട്സ്റ്റാൻഡിങ് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് മീൻസ് യു ആർ യെറ്റ് ടു റിസീവ് ദാറ്റ് എമൗണ്ട്, സോ ദാറ്റ് ഇസ് ഓൾവേസ് എൻ അസെറ്റ്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ഒരു നന്നായിട്ടൊരു ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയ എക്സാമ്പിൾ ഇവിടെ ഞാൻ പറയാണ്. We just see this question which is very simple. Only എങ്ങനെയാണ് ആ എമൗണ്ട് അതിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ പ്രോബ്ലം. ഒരു ജയ്പൂർ സ്പോർട്സ് ക്ലബ് റിസീവ്ഡ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഓഫ് ₹40,000 in the year 2020. Now, following other informations are given. Outstanding subscription received on 31st March 2019, ₹3,000. Outstanding subscription received on 31st March 2020, that is 4,500. Prepaid subscription received on 31st March 2019, that is 1,800. And prepaid subscription received on 31st March 2020, 1,400. Find the amount to be credited to income and expenditure account. So, ഇതില് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് 40,000 തന്നിട്ടുണ്ട്, ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് 2020. ഇനി അതിന് മുമ്പ് ബിഗിനിങ്ങിലും എൻഡിലുമുള്ള എമൗണ്ടുകൾ തന്നിട്ടുണ്ട്. പ്രീപെയ്ഡ്, ദാറ്റ് ഈസ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ, ബിഗിനിങ്ങും എൻഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അതേമാതിരി അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ വിൽ ജസ്റ്റ് go to the problem side and solution side. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ മുമ്പേ കണ്ട ആ ഒരു ടിപ്പ് എങ്ങനെയാണ് ഔട്ട്സ്റ്റാൻഡിങ്ങും അഡ്വാൻസ് സബ്സ്ക്രിപ്ഷനും നമ്മൾ സൊല്യൂഷൻ വൈസിൽ കാണുക വെച്ചാൽ 2020 എന്ന ഇയർ നോക്കുക. ഇനി അതിൽ 40,000 നമുക്ക് എന്തായാലും റിസീവ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ആഡ് ചെയ്യണം. അഡ്വാൻസ് പ്രീപെയ്ഡ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി ബിഗിനിങ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യും. എന്നാൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി ബിഗിനിങ്ങും അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡ് ആണെങ്കിൽ അതിനെ നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് കാണിക്കുക. ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ കറണ്ട് ഇയർ. അപ്പോൾ കറണ്ട് ഇയർ എന്ന് പറയുന്നത് 2020 ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഈ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. 4,500ഉം 1,800ഉം നമ്മൾ ആഡ് ചെയ്യും. മൈനസ് ചെയ്യേണ്ടത് 3,000ഉം 1,400. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ആണ് 41,900. ഈ എമൗണ്ട് ആണ് നമ്മൾ എവിടെ എഴുതുക? ബൈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി ദിസ് എമൗണ്ട് വിച്ച് വിൽ ബി belongs to current year. Okay. സബ്സ്ക്രിപ്ഷൻ ഇതുവരെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ആവശ്യമുള്ളൂ. ഔട്ട്സ്റ്റാൻഡിങ്ങും അഡ്വാൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും അതിലൂടെ നമുക്ക് ഇതിൽ സബ്സ്ക്രിപ്ഷൻ്റെ പ്രോബ്ലംസ് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. അത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് അതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഒരു ഐറ്റമാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. Now, what is life membership fees? It is a capital receipt and is added to capital fund on the liability side of balance sheet. Life membership fees എന്ന് പറഞ്ഞാൽ ആദ്യം അറിയേണ്ടത് ലൈഫ് ലോങ് മെമ്പർ ആവാൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു വൺ ടൈം പേയ്മെൻറ്റ് എന്ന രീതിയിൽ മെമ്പേഴ്സിനെ കയ്യിൽ നിന്ന് മേടിക്കും. You will become the member of that organization for lifetime.
സോ ഇങ്ങനത്തെ ഫീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് നമുക്കറിയാം ഇറ്റ് ഇസ് വൺ ടൈം പേയ്മെൻറ്റ്, റെഗുലർ അല്ല. അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അത് കാരണം അതിനെ ഒരിക്കലും നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ക്യാപിറ്റൽ ഫണ്ട് എന്ന ലയബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നമ്മൾ അതിനെ ആഡ് ചെയ്തിട്ടാണ് കാണിക്കുക. ഇറ്റ് വിൽ നോട്ട് ബി ടേക്കൺ to income and expenditure account because it's not an income, it is a capital nature item. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമുക്കറിയാം ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് അല്ല, ഏത് ക്യാപിറ്റൽ ഓർ റവന്യൂ നേച്ചർ ആണെങ്കിൽ നമ്മളത് ഡെബിറ്റ് സൈഡിൽ കാണിക്കും, റെസിപ്റ്റ് സൈഡിൽ കാണിക്കും. ലയബിലിറ്റി സൈഡിൽ മാത്രമേ ഇവിടെ ക്യാപിറ്റൽ ഫണ്ട് കൂടെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ആഡ് ചെയ്യും. ഇത്രയും ഉള്ളൂ ലൈഫ് മെമ്പർഷിപ്പ് ഫീസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് അത് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ലയബിലിറ്റിയിൽ ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എൻഡോമെൻറ്റ് ഫണ്ട്. Endowment fund is a kind of investment fund that is held by non-profit organization. The amounts are withdrawn frequently from the fund in order to meet general as well as specific needs. It is a fund in the form of a gift. The nature of this fund is in the form of capital receipt. സോ എൻഡോമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല ട്രസ്റ്റുകളും അതേപോലെ ക്ലബ്ബ് ഓർഗനൈസേഷൻസ്, ക്ലബ്ബ്, ചാരിറ്റബിൾ ആയിട്ടുള്ള ട്രസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക വെച്ചാൽ എൻഡോമെൻറ്റ് ഫണ്ട് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ പലപ്പോഴും അവർക്ക് എമൗണ്ട് കിട്ടാറുണ്ട്. പക്ഷെ അതൊരിക്കലും റെഗുലറായിട്ട് കിട്ടുന്നതല്ല. ഇറ്റ് മേ ബി കൈൻഡ് ഓഫ് എ ഗിഫ്റ്റ് വിച്ച് വിൽ ബി നോട്ട് ഓൾവേസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു ക്യാപിറ്റൽ നേച്ചറാണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് പോലെ തന്നെ റെസിപ്റ്റ് സൈഡിൽ, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കും. അതേപോലെ ക്യാപിറ്റൽ ഫണ്ടിൽ അതിനെ ആഡ് ചെയ്തിട്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക, ലയബിലിറ്റി സൈഡിൽ. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്. ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു പ്രോഫിറ്റ് ആൻഡ് ഓർഗനൈസേഷനിൽ നമ്മൾ നോർമലി എന്താണോ ചെയ്യണേ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഫിക്സ്ഡ് അസറ്റ്സ് എല്ലാം ഒരു ഓർഗനൈസേഷൻ, വെദർ ഇറ്റ് ഇസ് എ പ്രോഫിറ്റ് ഓർ എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് നോർമലി അവരുടെ ക്യാപിറ്റൽ ഒരു ഐറ്റമായിട്ട്, ബാലൻസ് ഷീറ്റ് ഐറ്റമായിട്ട് ഉള്ള സാധനമാണ്. ഫർണിച്ചേഴ്സ്, ബിൽഡിംഗ്, ലാൻഡ്, വാട്ടെവർ. സോ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും എന്തുണ്ടാവാം, ചില ഫിക്സ്ഡ് അസറ്റ്സ് ദേ മേ സെയിൽ ഓർ പർച്ചേസ്, ബോത്ത് വിൽ ഹാപ്പൻ. Now what we have to do is, what will happen to the, if any sale of these assets have been taken place, either it will be a gain or a loss for the organization. Now ഇത് നോർമലി നമുക്കറിയാം ഇത് പ്രോഫിറ്റ് ലോസ് നേച്ചറിലുള്ളതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നാച്ചുറലി ഇറ്റ് വിൽ കം because income and expenditure is similar to that of a profit and loss account. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും ഫിക്സ്ഡ് അസറ്റ്സ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ഇവിടെ കാണിക്കും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കും. ക്യാഷ് പ്രൊസീഡ്സ്, വിറ്റത് എന്താണോ അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ വരും. ബിക്കോസ് ക്യാഷ് ബുക്ക് പോലെ തന്നെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും. And cost of the amount is deducted from the respective asset in the balance sheet. That we all know that balance sheetൽ ഈ അസറ്റ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറയ്ക്കും, ആ എമൗണ്ടിൽ നിന്ന് കുറച്ചിട്ട് അവിടെ കാണിക്കുക. ഇത് ഓൾറെഡി നമ്മൾ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും കാണിക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫിക്സഡ് അസറ്റ്സിനെ നമ്മൾ നോർമലി എങ്ങനെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലും അതേപോലെ ഇൻകം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നത്. ടു സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് എത്രയാണോ ക്യാഷ് പ്രൊസീഡ്സ് കിട്ടിയത് അത് എഴുതും, ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇൻകം, റെസിപ്റ്റ് സൈഡിൽ എഴുതും. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമുക്കറിയാം പ്രോഫിറ്റ് ആണെങ്കിൽ വിൽ റൈറ്റ് ഓൺ ദി ഇൻകം സൈഡ്, ലോസ് ആണെങ്കിൽ വിൽ റൈറ്റ് ഓൺ ദി എക്സ്പെൻഡിച്ചർ സൈഡ്. പിന്നെ ബാലൻസ് ഷീറ്റിലാണെങ്കിൽ നമ്മൾ ഫർണിച്ചറിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ, എനി എഡീഷൻസ് നമ്മൾ പുതിയ ഫർണിച്ചർ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. പുതിയതായിട്ട് വിറ്റത് എന്താണോ അതിൻ്റെ മൈനസ് ചെയ്തിട്ട് കാണിക്കുക. സോ നോർമലി ദിസ് ഹാപ്പൻസ് ഇൻ എ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓൾസോ. വി ഹാവ് സ്റ്റഡീഡ് these items in trading and P&L account balance sheet while preparing the final accounts of a profit organization. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ബുക്ക് വാല്യൂവും അതേമാതിരി കോസ്റ്റ് ഓഫ് ദി സെയിൽ വാല്യൂവും നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. സോ ഇതിന് പ്രോബ്ലം സൈഡ് വരുമ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പഠിക്കാം. So last item what we have thought of studying today, അതിൽ വരുന്ന ലാസ്റ്റ് ഐറ്റം സെയിൽ ഓഫ് സ്ക്രാപ്സ്. സ്ക്രാപ്പ് എന്ന് നമുക്കറിയാം
എന്താണ് സ്ക്രാപ്പ്? സ്ക്രാപ്പ് മീൻസ് ജസ്റ്റ് items which are not, or unsold items which are there in the organization, which are considered as a waste. Okay, but ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് സ്ക്രാപ്സ് ഉണ്ടാവുക. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നോർമലി നമുക്ക് പറയാം അല്ല, ക്യാൻ ബി പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഓർ എനി കൈൻഡ് ഓഫ് items which are newspapers are there, any kind of items. Okay, ഈ items ഒക്കെ റൂട്ടീൻ ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ഒരു ക്ലബ് ആയാലും സ്പോർട്സ് ക്ലബിലായാലും അവിടെയൊക്കെ നമുക്ക് ഒരു ചില സ്ക്രാപ്പ് ഐറ്റംസ്, വേസ്റ്റ് ഐറ്റംസ് ആയിട്ട് കിടക്കുന്നത്, അത് വേണമെങ്കിൽ അവർക്ക് റീസൈക്കിൾ ചെയ്യാം. ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സോ ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് റീസൈക്കിൾ ചെയ്യും. അങ്ങനെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അവർ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവർ അത് സെയിൽ ചെയ്യാം. It is also a revenue item which will be received by the organization. A small amount on this basis can be, or ഈ സ്ക്രാപ്പ് വിൽക്കുമ്പോൾ കിട്ടുന്ന ചെറിയ എമൗണ്ടും നമുക്ക് അത് എന്ത് ചെയ്യണം, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അത് എവിടെ വരെ? ബാലൻസ് ഷീറ്റ് ഐറ്റം എന്തായാലും വരില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ റവന്യൂ റെസീപ്റ്റ്. സോ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ടു സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞ എമൗണ്ടും, അതേപോലെ ഇൻകം ആയിട്ട് ബൈ സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻകം സൈഡിലും അതിനെ കാണിക്കും, ബിക്കോസ് ഇറ്റ് ഇസ് എ റവന്യൂ റെസീപ്റ്റ് ഐറ്റം. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വെൻ കമ്പയർഡ് ടു comparatively, which is very difficult also. The problem side പോകുമ്പോൾ സബ്സ്ക്രിപ്ഷൻ, അതേപോലെ എൻഡോമെൻറ്റ് ഫണ്ട്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ഇതെല്ലാം തന്നെ സെയിൽ ഓഫ് സ്ക്രാപ്പ്, ഓൾ ദി സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, ഇതെല്ലാമാണ് ഈ ടോപ്പിക്കിൽ എടുത്തത്. കഴിഞ്ഞ ടോപ്പിക്സ് കാണാത്തവർ ആ ടോപ്പിക്സ് ഒന്ന് നോക്കണം. അതും 5 ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ച് ഐറ്റംസും കൂടി പറയാനുണ്ട്, വിച്ച് വിൽ ബി ഇൻ നെക്സ്റ്റ് വീഡിയോ. ഈ മൂന്നാല് വീഡിയോസാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ബേസിക് കോൺസെപ്റ്റ്സ്. ഇത് കഴിഞ്ഞാൽ വേണം നമുക്ക് പ്രോബ്ലം സൈഡിലേക്ക് പോവാൻ. I hope all of you understood what I have taken till now. Thanks for watching. Do like, share and subscribe to our channel. Thanks for motivating us also. Bye.